ഈ വെൽനസ് മേഖലയിൽ നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ മുക്കിനും മുറുകിയും കാണാൻ സാധിക്കും. ഇപ്പം ഇഷ്ടം പോലെ വെൽനസ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് ആ, പല പരിപാടികളും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഫേക്ക് ആൾക്കാരുമുണ്ട്. കറക്റ്റ്. എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ നമ്മളുടെ ഫീൽഡിലും ഫേക്ക് ആൾക്കാരുണ്ട്. അവർ കാരണം നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്കും പ്രശ്നങ്ങളും ഉണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സുജിതേട്ടാ. ഒന്ന്, ഗവൺമെൻറ് ഇതിനെതിരെ കൃത്യമായ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം അവർ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 2025 തന്നെ ഏതാണ്ട് 2-3 മരണങ്ങൾ റിപ്പോർട്ടായി ന്യൂസായി കഴിഞ്ഞു. വ്യാജ അക്യുപഞ്ചറിസ്റ്റുകൾ എന്നുള്ളൊരു ഗ്രൂപ്പ് കാരണം അമ്മ മരിക്കുന്നു, കുഞ്ഞു മരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞിനൊന്നും ഒരിക്കലും അക്യുപഞ്ചറിൽ ചികിത്സയില്ല. അത് നമ്മളിപ്പോൾ മെഡിക്കലി അക്യുപഞ്ചർ പഠിച്ചത് BNYS ഡോക്ടേഴ്സാണ്, ഗ്രാജുവേറ്റ്സ് എന്നുള്ള നിലയ്ക്ക്. അതല്ലാതെ 3 മാസത്തെ ഡിപ്ലോമ കോഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അക്യുപഞ്ചർ തേർഡ് ഇയറിലെ നമ്മൾ ടോപ്പിക്കാണ്. അക്യുപഞ്ചർ ആൻഡ് അക്യുപ്രഷർ എന്നുള്ളത് തേർഡ് ഇയറിലെ നമ്മുടെ ടോപ്പിക്കാണ്. അതിൽ പഠിച്ച് 3 എക്സാമും തിയറിയും പാസ്സായി വൈവയും കഴിഞ്ഞ് പ്രാക്ടിക്കൽ ഇപ്പം നിങ്ങളവിടെ വന്നാൽ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട പോയിന്റ് പ്രിക്ക് ചെയ്തുള്ള എക്സാം, പ്രാക്ടിക്കൽ എക്സാമും കഴിഞ്ഞിട്ടുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സാണ് യഥാർത്ഥത്തിൽ അക്യുപഞ്ചർ പഠിച്ചത്. പിന്നെ ഉള്ളതൊക്കെ ഡിപ്ലോമ പഠിച്ചവരാണ്. അവരാണ് ഈ ഫേക്ക് എന്നുള്ള രൂപത്തിൽ നമുക്ക് കേരളത്തിൽ വൺ ഓഫ് ദ മെയിൻ ആളുകൾക്ക് സമൂഹത്തിനൊരു വലിയ പ്രശ്നമായി മാറുന്നത്. കാരണം ഓൺലൈനിൽ കൂടി ഒരു അക്യുപഞ്ചർ പഠിപ്പിക്കുകയാണ്. ഓൺലൈനിൽ കൂടി അക്യുപഞ്ചർ പഠിപ്പിച്ച് ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ ഓൺലൈനിൽ കൂടി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ അവിടെ വരികയാണ്. സോ അവരെ നമുക്ക് കാണാനുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മെഡിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്കും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, യഥാർത്ഥത്തിൽ അതൊരു വലിയ ചോദ്യമാണ്. അത് ഗവൺമെന്റിൽ നോക്കട്ടെ. അതെ, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മളും വലിയ ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു അക്യുപഞ്ചറിന്റെ പ്രശ്നം ഒരു സ്ഥലത്തുണ്ടായി, ഒരു മരണം നടന്നു കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് ന്യൂസ് ചാനലിൽ നോക്കുമ്പോൾ വ്യാജ അക്യുപഞ്ചറിസ്റ്റുകളും യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റുകളും തമ്മിൽ തർക്കം നടക്കുകയാണ്. യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റും വ്യാജയാണ്, ഒറിജിനൽ വ്യാജ അക്യുപഞ്ചറിസ്റ്റും വ്യാജമാണ്. 2 വ്യാജന്മാർ തമ്മിലാണ് ചർച്ച നടക്കുന്നത്. നമ്മൾ അവരുടെ ഡിഗ്രിയും കോഴ്സുകളൊക്കെ നോക്കുമ്പോൾ എല്ലാം, ഒരാൾ ശ്രീലങ്കയിൽ നിന്ന് അക്യുപഞ്ചർ BNYS ഡിഗ്രി എടുത്തു എന്നാണ് സർട്ടിഫിക്കറ്റ്. അതേ സമയത്ത് അതേ ടൈമിൽ ഗുജറാത്തിൽ നിന്ന് MBA എടുത്തു എന്നും സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ അതുപോലെ ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിന് ഗവൺമെൻറ് തക്കതായ നടപടി എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാട്ടുകാരോടൊപ്പം അനുഭവിക്കുന്ന നമ്മളും അക്യുപഞ്ചർ ചെയ്യുന്നു, നമ്മളോടും ആൾക്കാർ ചോദ്യം ചോദിക്കുന്നു. സോ അതൊരു വലിയ ഇഷ്യൂ ആണ് ഈ ഫേക്ക് പ്രാക്ടീസേഴ്സ് എന്നുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ച് എങ്ങനെ ഈ ഫേക്കിനെ കണ്ടുപിടിക്കും? അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത ഡോക്ടേഴ്സ്, നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും, പക്ഷേ ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന് പ്രശ്നം ഇല്ല. സുഹിതര, അതിന് വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനൊരു വ്യാജ അക്യുപഞ്ചറിസ്റ്റ് ആണ് എന്ന് വിചാരിച്ചോളൂ. സുഹിത്തേട്ടനൊരു നാച്ചുറോപ്പതി ഡോക്ടറാണ് എന്ന് വിചാരിച്ചോളൂ. ഞാൻ സുഹിത്തേട്ടനെ അങ്ങ് എടുക്കുകയാണ്. മനസ്സിലായി. സുഹിത്തേട്ടനെ എടുത്തിട്ട് ഈ റൂമിനകത്ത് ഇരുത്തുകയാണ്. എന്നിട്ട് ഈ റൂമിലിരുന്ന് ഞാൻ കൺസൾട്ട് ചെയ്ത് ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് വിടുകയാണ്. അത് പല ഇഷ്യൂസ് ഉണ്ട്. അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ ഗവൺമെന്റ് സിസ്റ്റം അല്ല, സാധാരണക്കാർക്കോ നമ്മളെപ്പോലുള്ളവർക്ക് പറയാം. അല്ലെങ്കിൽ നാളെ വന്നിട്ട് ഇന്ന സ്ഥലം ഫേക്കാണ് എന്ന് പറയാൻ തോന്നും. പക്ഷെ അതൊരു ഈഗോ, ഒരു വേറെ രീതിയിലേക്ക് പോകും എന്നല്ലാതെ ഇന്ന സ്ഥാപനങ്ങൾ പേരെടുത്ത് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഷുഡ് ടേക്ക് ആക്ഷൻ. എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ആള് മോഡേൺ മെഡിസിൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഏതാണ്ട് 1.5 കൊല്ലം ഒരു സ്ഥലത്ത് ചികിത്സിച്ചു. സോ എല്ലാത്തിലും ആ പ്രശ്നങ്ങളുണ്ട്. ഇത് ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്താൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഈ വ്യാജ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വ്യാജ പ്രാക്ടീഷണേഴ്സ് എന്നുള്ളത്.